വായിക്കാത്തയാളാണ് പ്രവാചകൻ. അക്ഷരജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ കാലഘട്ടം അതാണ്. അക്ഷരം പഠിച്ചവർ നന്നെ ചുരുക്കമുള്ള ഒരു സമൂഹത്തിൽ അക്ഷരം തീരെ പഠിക്കാത്ത, വായിക്കാനറിയാത്ത ഒരു മനുഷ്യന്റെ നാവിൽ കൂടിയാണ് ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന വലിയൊരു പ്രത്യയശാസ്ത്രം വെളിപ്പെട്ടത് എന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താനുള്ള ഒരു മാർഗമായി. ഒരുപാട് പഠിച്ചും ആ കാലഘട്ടത്തിലെ നാഗരികത വളർന്നു വന്ന റോമിലും പേർഷ്യയിലും ചുറ്റിക്കറങ്ങിയും അന്ന് നിലവിലുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളെ വായിച്ചും പഠിച്ചും ഒരു വലിയ മഹാപണ്ഡിതനെയാണ് പ്രവാചകനാക്കിയിരുന്നതെങ്കിൽ അദ്ദേഹം പറയുന്നത് ആരിൽ നിന്നെല്ലാമോ കടമെടുത്തതാണെന്ന് പറയാൻ ജനങ്ങൾക്ക് പഴുതുണ്ടാകുമായിരുന്നു. പക്ഷെ 40 വർഷക്കാലം ജീവിതത്തിന്റെ പകുതിയിലേറെയും പിന്നിട്ടപ്പോഴും അക്ഷരമെന്താണെന്നറിയാത്ത മാകുന്ത തദ്രീമൽ കിതാബു വലൽ ഈമാൻ, അക്ഷരമെന്താണ്, രേഖ എന്താണ്, പുസ്തകം എന്താണെന്നറിയാത്ത, വിശ്വാസം എന്താണെന്നറിയാത്ത ഒരു മനുഷ്യന്റെ നാവിൽ കൂടിയാണ് ഈ വിശ്വാസത്തിന്റെ മഹാ ഒഴുക്കുകൾ പ്രവഹിച്ചു വന്നത്.